ഈയൊരു നിലപാട് നമ്മുടെ കേരളത്തോട് സ്വീകരിക്കുമ്പോൾ മേപ്പാടി ദുരന്തത്തിന് ശേഷം നമ്മുടെ രാജ്യത്ത് ചില ദുരന്തങ്ങളുണ്ടായിട്ടുണ്ട്. മേപ്പാടിയിൽ മാത്രമല്ല ദുരന്തം ഉണ്ടായത്. ആ ദുരന്തത്തിന് ശേഷം ഉണ്ടായ ദുരന്തമൊന്ന് മഹാരാഷ്ട്രയിലാണ്. അവിടെ 1492 കോടി രൂപയാണ് ആ ദുരന്തത്തിൻ്റെ തൊട്ടു പിന്നാലെ കൊടുത്തത്. അതേപോലെ തന്നെ ആസാം 1036 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് മറ്റ് റിപ്പോർട്ടുകൾക്കൊന്നും കാത്തു നിൽക്കാതെ പണം കൊടുത്തതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇവിടെ 1036 കോടി കൊടുത്തത് ആസാമിനല്ല, ആന്ധ്രാപ്രദേശിനാണ്. ആന്ധ്രാപ്രദേശിന് 1036 കോടി, ആസാമിന് 716 കോടി, ബീഹാറിന് 655 കോടി, ഗുജറാത്തിന് 600 കോടി. ഒരു റിപ്പോർട്ടും വേണ്ടി വന്നിട്ടില്ല. നല്ലത്, അവർക്കെല്ലാം കൊടുത്തതിനെ നമ്മളാരും എതിർക്കുന്നില്ല. നമുക്കതിനെ എതിർക്കേണ്ട കാര്യമില്ലല്ലോ. ഓരോ സംസ്ഥാനത്തിനും സഹായം കൊടുക്കുന്നത് നല്ല കാര്യമാണല്ലോ. പക്ഷേ ആ സഹായം ഒരു പ്രത്യേക കണ്ണിൽ കൊടുത്താൽ പോരാലോ. കേരളവും വിഷം അനുഭവിച്ചൊരു സംസ്ഥാനമല്ലേ, ജനങ്ങളല്ലേ എല്ലാവരുടെയും. കേരളത്തിലേതായാലും മഹാരാഷ്ട്രയിലായാലും ആന്ധ്രാപ്രദേശിലായാലും ആസാമിലായാലും ബീഹാറിലായാലും ഗുജറാത്തിലായാലും എല്ലാം ഇന്ത്യയുടെ മക്കളല്ലേ, ഇന്ത്യക്കാരല്ലേ. ഈ കേരളം ഇന്ത്യക്ക് പുറത്താണോ? കേരളത്തിന് അർഹതപ്പെട്ട സഹായം നൽകണ്ടേ? നമ്മളിതൊരു യാചനയായി ചോദിക്കുന്നതല്ല, നമ്മുടെ ഒരു അവകാശമാണത്. ഈ രാജ്യം നിർവഹിക്കേണ്ട ഒരു കാര്യമാണത്. അതാണ് ചെയ്യാതിരിക്കുന്നത്. എത്രമാത്രം പ്രതിഷേധാർഹമായ നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നതെന്ന് നാം കാണണം. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആവശ്യകത അംഗീകരിച്ച് ഈ സഹായം പെട്ടെന്ന് തന്നെ സംസ്ഥാനത്തിന് നൽകണം എന്നതാണ് സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നത്. സംസ്ഥാന ഗവൺമെൻറ് വീണ്ടും സമീപിക്കും. കാരണം ഈ രാജ്യത്തിൻ്റെ ഭാഗമല്ലേ നമ്മൾ. ഇത്തരം ആവശ്യങ്ങൾ ചോദിക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ് ബാധ്യതയാണല്ലോ. നമ്മുടെ ഒരു അവകാശമാണല്ലോ ചോദിക്കുന്നത്. അത് തുറന്നും ചോദിക്കും. ഈ നിലപാടിലുള്ള വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. നമ്മുടെ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം വ്യക്തമാക്കാനുള്ളത്, നേരത്തെ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ദുരന്തത്തിനിരയായവരെ പുനരധിവസിപ്പിക്കുന്ന കാര്യം. ആ പുനരധിവാസം ഇങ്ങനെയാകുമ്പോൾ നടക്കുമോ എന്നൊരാശങ്ക വലിയ തോതിൽ ഉയർന്നു വന്നിട്ടുണ്ട്. പുനരധിവാസത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ പങ്ക് വേണം എന്നുള്ളിടത്ത് തന്നെയാണ് സർക്കാർ നിൽക്കുന്നത്, സംസ്ഥാന സർക്കാർ നിൽക്കുന്നത്. നമ്മുടെ നാടാകെ അതിൻ്റെ ഭാഗമായി തന്നെ നിൽക്കേണ്ടതുമാണ്, അതിലൊരു സംശയമില്ല. പക്ഷേ 2018 ആവർത്തിച്ചാലോ? 2018 മഹാപ്രളയം വന്നു, നാടാകെ തകർന്നു. സഹായിക്കാൻ തയ്യാറായവരെ വരെ തടയുന്ന നില വന്നു. ഒരു സഹായവും തന്നില്ല. ഇവിടെ പിരിച്ചു വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വന്ന് വാങ്ങണമെന്ന് പറഞ്ഞത് അങ്ങോട്ട് ചെല്ലാൻ അനുമതി നിഷേധിച്ചു. എല്ലാ തരത്തിലും നിഷേധാത്മക സമീപനം. എന്താ രാജ്യവും ലോകവും കണ്ടത്? ആശ്ചര്യകരമായ രീതിയിലുള്ള പുനർനിർമ്മാണം. കേരളത്തെ വീക്ഷിക്കുന്നവർ, കേരളത്തിൻ്റെ തകർച്ചയിൽ വലിയ മനോവേദനയോടെ നോക്കിക്കണ്ടവർ, അവർ കേരളത്തിൻ്റെ പുനരുദ്ധാരണം നല്ല രീതിയിൽ നടക്കുന്നത് കണ്ടപ്പോൾ ആശ്ചര്യപ്പെട്ടു. എങ്ങനെ ഇത് സാധിച്ചു? എങ്ങനെ ഇത് സാധിച്ചു എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ. അത് കേരളമാണ്.
കേരളത്തിൽ അതും സാധിക്കും, അതിനപ്പുറവും സാധിക്കും. എന്തുകൊണ്ട്? നമ്മുടെ നാടിൻ്റെ ഒരുമയും ഐക്യവും, നമ്മുടെ ജനങ്ങളുടെ ഒരുമയും ഐക്യവും, അതിലൂടെയാണ് അസാധ്യമാണെന്ന് കരുതുന്ന പലതും നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഇതിലും അത് തന്നെയാണ് സംഭവിക്കുക. എന്താണോ പ്രഖ്യാപിച്ചത് ആ പ്രഖ്യാപിച്ചതിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. അവിടെ ടൗൺഷിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ടൗൺഷിപ്പ് ആവശ്യമായ സൗകര്യങ്ങളോടുകൂടിയ വീടുകൾ ഒരുക്കുന്ന നിലയാണ് ആദ്യം വേണ്ടത്. അത് പൂർണ്ണമായി തന്നെ അവിടെ സ്ഥാപിക്കും. സ്ഥലമെടുക്കുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ആ പ്രശ്നം വേഗം തന്നെ പരിഹരിക്കാൻ കഴിയും. അത് പെട്ടെന്ന് തന്നെ കയ്യിൽ കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോഴേക്കും അവിടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സഹകരിക്കാൻ ഒരുപാട് വ്യക്തികളും സംഘടനകളും പ്രസ്ഥാനങ്ങളും എല്ലാം സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അവരെയെല്ലാം സഹകരിപ്പിക്കും. ഏറ്റവും മാതൃകാപരമായ ഒരു ടൗൺഷിപ്പ് അവിടെ നിർമ്മിക്കും. അതോടൊപ്പം ഒരു ടൗൺഷിപ്പിന് വേണ്ട, ഒരു സമൂഹത്തിന് വേണ്ട പൊതു സൗകര്യങ്ങളെല്ലാം അതിൻ്റെ കൂടെ ഒരുക്കുകയും ചെയ്യും. ലോകം ശ്രദ്ധിക്കുന്ന, ലോകത്തിന് മുന്നിൽ മാതൃകയായി മാറുന്ന ഒരു പുനരധിവാസ പ്രക്രിയയായിരിക്കും ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷം സംഭവിക്കുക എന്നതാണ് പറയാനുള്ളത്.